നമ്മുടെ രാജ്യത്തെ അപേക്ഷിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ തെരുവോരങ്ങളെല്ലാം ക്ലീൻ ആയിരിക്കാൻ കാരണം വഴിയോരങ്ങളിലുള്ള ഇത്തരം വേസ്റ്റ് ബിന്നുകളും ഇവിടുത്തെ കർശന നിയമവുമാണ്. അങ്ങനെ തിരിച്ചു നടന്ന് റൂമിലെത്തി. ജ്യേഷ്ഠനിവിടെ ഫാമിലിയുമായി താമസം തുടങ്ങിയിട്ട് 1 വർഷത്തോളമായി. ചെറിയ കറക്കമൊക്കെ കഴിഞ്ഞു വന്ന ശേഷം ജ്യേഷ്ഠൻ്റെ മകള് അടുത്ത ദിവസം സ്കൂളിൽ കാണിക്കാനുള്ള ഹോംവർക്ക് ചെയ്യുന്ന തിരക്കിലാണ്. ഉച്ചക്കത്തെ പ്രെയറൊക്കെ കഴിഞ്ഞ് താത്തണ്ടാക്കിയ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയും കഴിച്ച് ഞാനും ബ്രദറും ഷാർജ ടൗണിലേക്ക് ഇറങ്ങി. ഷാർജ എക്സ്പോ സെന്ററിൽ നവംബർ 6 മുതൽ നവംബർ 17 വരെ വലിയ ബുക്ക് ഫെയർ ഇവന്റ് നടക്കുന്നുണ്ട്. അങ്ങോട്ടുള്ള യാത്രയിലാണ് ഞാനും ജ്യേഷ്ഠൻ ജാഫറും. പോകുന്ന വഴിക്ക് രസകരമായിട്ടുള്ള ഒരുപാട് വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ കാണാമായിരുന്നു. ദുബായ് നഗരത്തെ അപേക്ഷിച്ച് ഷാർജയിൽ ഫ്ലൈ ഓവർ ബ്രിഡ്ജുകൾ ഇല്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ റോഡിൽ എപ്പോഴും ട്രാഫിക് ബ്ലോക്കാണ്. അങ്ങനെ 3/4 മണിക്കൂറോളം സഞ്ചരിച്ച് ബുക്ക് ഫെയർ നടക്കുന്ന ഷാർജ എക്സ്പോ സെന്ററിലെത്തി. ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റാളുകൾ ഇതിനകത്തുണ്ടായിരുന്നു. അവിടെ വെച്ച് പ്രതീക്ഷിക്കാതെ ആക്ടർ സാബു ചേട്ടനെയും കാണാൻ പറ്റി. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.